துவக்குவதற்கு வருகை தந்துள்ள அனைவரையும் வரவேற்று நாம் ஒரு இறை வணக்கத்தோடு தொடங்குவோம் என்று இனிப்புகளையும் நோட்டு புத்தகங்களையும் பேகுகளையும் பேனா கல்வி உபகரணங்கள் நமது மாணவர்களுக்காக கொடுப்பதற்கு வருவதில்லை. പുതിയ ടീച്ചറുകളുള്ള അത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ ഹെഡ്മാസ്റ്റർ പൊതുവെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സ്കൂൾ PTA പ്രസിഡന്റ് ഷിൻഡോ അവർ എന്ന് പറയുന്ന നമ്മുടെ ഈ LP സ്കൂളിൽ സാധാരണക്കാരും പാവപ്പെട്ട ആൾക്കാരും പറയാം. ഞാനൊരു സ്പോൺസർ അല്ല, അവരൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട TK വാസു സാർ അവർ, KV വിശ്വനാഥ് സാർ അവർ, മുൻ SI സബ് ഇൻസ്പെക്ടറായിരുന്നു, നമ്മൾ റിട്ടയർ ആയിട്ട് സാർ പൊതുവായിട്ടുള്ള ഒത്തിരി സേവനം നടത്തി വരുന്ന ഒരാളാണ്. റോസമ്മ ജോസഫ് സാർ അവർ, ഉഷാകുമാരി GK അവർ, ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ബാഗ് വിതരണം ചെയ്യാൻ ചേർന്നിരിക്കുന്ന ജോസ് മുത്തോട്ടം അവർ, നമ്മുടെ യൂട്യൂബർ സുരേഷ്, നമ്മുടെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ നമ്മുടെ മണി സാർ അവർ, മറ്റും സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ, റിട്ടയർ ആയി പോയ 4 HM ഉൾപ്പെടെ 4 ടീച്ചേഴ്സ്മാരാണ്. അതിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ നമുക്ക് ഞാനൊരു ഏറെക്കുറെ 2000 മുതൽ ഈ സ്കൂളിൽ ഏതാണ്ട് 15 വർഷം മെമ്പറായിട്ട് ഇത് 20ാമത്തെ വർഷത്തിലേക്കാണ്. ഏറെക്കുറെ 26 വർഷം വരെയുള്ള ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും. சிவா இப்ப போட்டோ எடுத்து குடிச்சிட்டு நீங்க வாங்க. ராஜன் சார், ராஜன் கொடுங்க. എല്ലാ സ്കൂളുകളിലും ശാന്തിഗ്രാം സ്കൂളാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപ്പൊ അതുമൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ ഒരു ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള നിലയിൽ വലിയ പരിവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ വരുന്നുണ്ടെങ്കിലും അധ്യാപകര് നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ സാധിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്കുകൾ വാങ്ങി
നല്ല നിലയിൽ വരണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന എല്ലാ കുട്ടികൾക്കും അടുത്ത വർഷം ഞാൻ പ്രത്യേകമായ സമ്മാനം തരുന്നതാണ്. ഈ വർഷം പുതിയതായി ചേർന്ന കുറെ കുട്ടികൾക്ക് പ്രോത്സാഹനത്തിനായി പഠിത്തത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ ബാഗുകളും അതിനുവേണ്ട ഉപകരണങ്ങളും ഞാനിപ്പോൾ തരുന്നതാണ്. ഞാനിപ്പം ഇപ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വണ്ടമേട് സ്കൂളിലാണ് പഠിക്കുന്നത്. വണ്ടമേട് സെന്റ് ആന്റണീസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനിപ്പോൾ പുറകോട്ടൊന്ന് നോക്കുകയാണ്. അന്ന് ഞാൻ ഇങ്ങനെ സ്കൂളിൽ വന്നിരുന്ന ആ ഒരു സമയം നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷമാണ്. ഓക്കെ. എന്റെ സ്നേഹം നിറഞ്ഞ കൊച്ചു കൂട്ടുകാരെ ഞാൻ വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കുവോ? വിളി കേട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. എല്ലാരും വിളി കേൾക്കുവോ? എന്റെ കൊച്ചു കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? എനിക്കത് കേട്ടാൽ മതി. കൂടുതൽ കാര്യങ്ങൾ ഇതിന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം 32 വർഷം ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് അധ്യക്ഷൻ, സ്നേഹം നിറഞ്ഞ ഗുരുജനങ്ങളെ, ഞാനൊരു ചെറിയ കവിത ചൊല്ലാം കേട്ടോ, മക്കൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി കേട്ടോ. അറിവിൻ ലോകത്തിലേക്ക് അക്ഷരം പഠിക്കുവാൻ നിറയും വിവേകത്തിൽ വഴിയെ ചരിക്കുവാൻ ആദ്യമായി വിദ്യാലയ മുറ്റത്തേക്ക് എത്തിയിടുന്ന. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഞാനിവിടെ, എനിക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇവിടെ ഉള്ളവർക്ക് എല്ലാം അറിയാൻ തോന്നുന്നു, എനിക്ക് ചെറിയൊരു പ്രസ്ഥാനമുണ്ട്. അത് ഞാൻ വീഡിയോസ് വഴിയാണ് സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതുവഴിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ജോസേട്ടനുമായിട്ട് ഇങ്ങനെ എനിക്ക് എന്റെ ചെറുപ്പത്തില് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടാക്കിയിട്ട് എന്റെ പ്രാരാബ്ദം കഴിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തിന് നമ്മുടെ ജോസേട്ടനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ജോസേട്ടനോട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ജോസേട്ടൻ 100 മനസ്സായിട്ട്, അതായത് ഞാൻ ആദ്യം 5 പറഞ്ഞിരുന്നത്, അഞ്ച് പേർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. പുള്ളി 5 പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ബാക്കി 5 പേർക്കും കൂടെ കൂടിയിട്ട് വേറെ 2 പേരെ ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പൊ ജോസേട്ടനെ വിളിച്ചു ചോദിച്ചോണ്ട് ജോസേട്ടൻ പറഞ്ഞു, നീ എന്തിനാ അത് ചെയ്തത്? ആ 10 പേർക്ക് ഞാൻ കൊടുത്തേക്കാം, നീ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ ടീച്ചർ സുമതി ടീച്ചർ എന്നോട് പറഞ്ഞു, 10 അല്ല, ഒരു 15 പേർക്കാണെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും ജോസേട്ടനെ വിളിച്ചു. ജോസേട്ടനെ വിളിച്ചിട്ട് ജോസേട്ടനോട് ചോദിച്ചു, ജോസേട്ടൻ 15 20 നീ 150 പേരെ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അത്രയും നല്ല മനസ്സുള്ള ഒരാളാണ് ജോസേട്ടന്. അത് ജോസേട്ടനെ പോലെ ഒരാളെ എനിക്കിത് സ്പോൺസർ ചെയ്യാനായിട്ട് കിട്ടിയത്, അത് എനിക്കത് പറഞ്ഞില്ലെങ്കിൽ വലിയൊരു വലിയൊരു തെറ്റായി പോകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ 100 മനസ്സായിട്ടാണ് പുള്ളി പറഞ്ഞത്, ഞാനത് ചെയ്തു തരാമെന്ന്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ പോയ കാര്യങ്ങള് അപ്പൊ ജോസേട്ടനെ കൊണ്ട് ഞാൻ അത് ജോസേട്ടനോട് പറഞ്ഞപ്പോഴേ ജോസേട്ടൻ 100 മനസ്സായിട്ട് ചെയ്തു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ജോസേട്ടനെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ജെനുവിനായ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ബന്ധപ്പെടുത്തുള്ളൂ, ആരെയാണേലും. അപ്പൊ ഞാൻ ഇതിങ്ങനെ എന്റെ ഈ ചാനൽ വഴി ഇത് ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല സാറേ, മറ്റൊന്നുമല്ല, അതായത് എനിക്ക് റീച്ച് കിട്ടാനൊന്നുമല്ല. അതായത് ഇതുപോലുള്ള ആൾക്കാര് ഞാൻ ഈ വീഡിയോസ് ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം പല ആൾക്കാരും എന്നെ വിളിച്ചു, ഞങ്ങൾ ചെയ്തുതരാം. ഇന്നലെ ഞാൻ 2 പേർക്ക് എറണാകുളത്ത് കൊണ്ടുപോയി 2 പിള്ളേർക്ക് കൊടുത്തിട്ട് വന്നു. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊണ്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർ, ഞാൻ ഈ വീഡിയോസ് ഇട്ടത് കണ്ടത് കൊണ്ടാണ് ആൾക്കാർ എന്നോട് ഇത് പറയുന്നത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. എന്റെ ഈ വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്റെ കച്ചവടമാണ്. കച്ചവടം നടക്കുന്നുണ്ട് അത്യാവശ്യം. അതുവഴി എനിക്കൊരു വരുമാനമുണ്ട്. ഈ വഴി എനിക്ക് ഒരു വരുമാനവും പ്രതീക്ഷിച്ചല്ല, ഒരു റീച്ചും പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. അപ്പൊ എനിക്കിത് ചെയ്തു തന്ന എല്ലാ ജോസിയാറിനും പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ സ്കൂളിൽ ഞാനിത് വിളിച്ച് അന്വേഷിച്ചപ്പോഴേ ഓക്കെ നീ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി ആദ്യമായിട്ട് ജോസിയാറിനോടും രേഖപ്പെടുത്തുന്നു, സ്കൂളുകാരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ബസ്സിന്റെ
അച്ചെത്തി ഒരാളുടെ വേദിയിലുള്ള ഞാൻ ഈ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷൻ കുഞ്ഞു പിള്ളേർക്ക് അത് വിട്ടുകൊടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സഭയുടെ സുരേഷ് ഞങ്ങൾക്കിത് സമ്മാനമായിട്ട് തന്നെ പഠനക്കിറ്റുമായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിനിധിയായിട്ട് ആരും എത്തിച്ചേർന്നിട്ടില്ല. അവർക്കും പിന്നെ പുരോഗമന സാഹിത്യ സംഘടന എത്തിച്ചേർന്ന KA മനസ്സിലാവർക്കും ആദ്യമായ ഉന്നതമായ എത്തുന്നു. പിന്നെ 2026-27 അധ്യയന വർഷത്തിൽ നമുക്ക് ഇന്ന് തുടങ്ങുന്നുണ്ട്. ഇവിടെ നിന്നോ ഫോട്ടോ ഉണ്ടല്ലോ. അടുത്തായിട്ട് ദക്ഷിത നീ ഇപ്പൊ 3ാം ക്ലാസ് ടീച്ചറെ ടീച്ചറുടെ ഫോൺ തിരക്കുണ്ടോ? അങ്ങനാണെങ്കിൽ അവർ തരാൻ പറയാം, കൊടുക്കാൻ പറയാം. ഇതെല്ലാം ആയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിപ്പോ സ്കൂളിന്റെ ഇരിക്കുന്ന രാജൻ സാർക്ക് കൈമാറുന്നത്. ടീച്ചർ മാർക്ക് ടീച്ചർ അവരെ കൊണ്ട് കൊടുപ്പിച്ചേക്കാം. ജോസിയാണ്. അവരെ രണ്ടുപേരെ വിളിച്ചോളെ. ചേച്ചി അവരുടെ ഭാര്യയും ഭർത്താവിനെയും കൂടെ വിളിച്ചു. ஏமா இந்த புஸ்தகம் எல்லாம் வந்து பிள்ளைங்க கிட்ட வாங்கிக்கோங்க. ചേച്ചി ചായ വാങ്ങിച്ചു
അടുത്തായിട്ട് നമുക്ക് ബാഗ് കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് സമ്മാനമായിട്ട് നൽകുന്നത് പിന്നെ ജോസ് ചേട്ടനി മോളി ചേച്ചി രാജൻ സാറിന്റെ അടുത്ത് ബാഗ് കൈമാറാനായിട്ട് അവിടെ വെച്ച് കൊടുത്തു ബാഗ് ഇങ്ങോട്ട് നോക്കുക. രണ്ടു മൂന്നെണ്ണം എടുത്തോ ചേച്ചി, രണ്ടു മൂന്നെണ്ണം. അത് മതി അത് മതി. സാറേ ഇങ്ങോട്ട് നിൽക്കാവോ സാറേ? ഇങ്ങോട്ട് 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 നടുക്കോട്ട് നിൽക്കാം. ജോസേട്ടനും കൂടെ വന്ന് നിൽക്കത്തില്ല. ആ ജോസേട്ടാ അതൊന്ന് പിടിച്ചോ ചേട്ടാ. ഇതൊന്നും കൂടെ ചെയ്യാനായിട്ട് പിള്ളേർക്ക് ആ ചേച്ചി അടുത്ത കൊടുത്തു. ഓക്കെ അതിലൊരെണ്ണത്തിന് ഇതില്ല. ശ്രീജേഷ് വൈഷ്ണവി